ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞായറാഴ്ചയാണല്ലോ. ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നതേ ഉള്ളേ. വന്നപ്പോഴാണ് അവർക്ക് നിങ്ങളുമായിട്ട് ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യാമെന്നത്. കാര്യം എന്താ, ഞാൻ ഇരിക്കുന്ന ഈ ബ്ലൗസ് കണ്ടോ, സാരി ബ്ലൗസ്. അത് നിങ്ങൾ പറയണേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പറയണേ. കാര്യം എന്താന്ന് വെച്ചാല്, ഞാൻ മിഷൻ ചവിട്ടാൻ പോലും പഠിച്ചിട്ടുള്ള ഒരാളല്ല. പക്ഷെങ്കില് എന്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ തന്നെയാണ് തയ്ക്കുന്നത് കേട്ടോ. എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് വരെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ വന്ന് അമ്മയുടെയും സാരി ബ്ലൗസ് ഒക്കെ ഞാൻ തയ്ക്കാറുണ്ട്. അപ്പൊ മിഷൻ ചവിട്ടാൻ പോലും അറിയാൻ മേലാത്ത ഒരാള് ബ്ലൗസ് തയ്ച്ച് എങ്ങനെയാണെന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നതെന്ന് പറയാൻ. എന്റെ ഒരു ബ്ലൗസ് ഫുള്ള് ഞാൻ അങ്ങ് അരിച്ചെടുത്തിട്ട് ഒരു പേപ്പറ് കട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിന്റെ അളവൊക്കെ ഒരു ബുക്കിലാണെന്ന് എഴുതി വെച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ആ ബ്ലൗസിലെ തയ്യലൊക്കെ ഉണ്ടല്ലോ എങ്ങനെയാണെന്നുള്ളത്, കട്ടിന്റെ ഒക്കെ, അതൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി മൈൻഡിൽ വെച്ചിരുന്നു, എങ്ങനെയൊക്കെയാ തയ്ക്കുന്നത്. അതിന്റെ അളവുകളൊക്കെ ഞാനൊരു ഡയറിയിൽ എഴുതി വെച്ചിരുന്നു. പിന്നെ ഞാൻ ശരിക്കുള്ള ഒരു ബ്ലൗസ് അങ്ങനെ തയ്ച്ചു നോക്കി. ഈ അളവും പ്രകാരം ഒന്ന് തയ്ച്ചു നോക്കിയപ്പോ ശരിയായി. ആദ്യമൊക്കെ ഇച്ചിരിച്ചിരൊക്കെ വണ്ണത്തിന്റെ ഒക്കെ വ്യത്യാസം വരുമായിരുന്നു. ചിലപ്പം വണ്ണം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ വണ്ണം വേണ്ടി വന്നു, ചിലപ്പം വണ്ണം കുറച്ച് വേണ്ടി വന്നു. അങ്ങനെയൊക്കെ വന്നപ്പോ നമ്മുടെ തന്നെയാകുമ്പോ നമുക്ക് ആരെയും അതൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, നമുക്ക് തന്നെ അത് ക്ലിയർ ചെയ്യാതെ. അങ്ങനെ ക്ലിയർ ചെയ്തിട്ട് ഞാനിപ്പം അസപ്റ്റിയായി കേട്ടോ. ബ്ലൗസ് തയ്ക്കാൻ സാരി ബ്ലൗസ് എന്റെ അമ്മയും ഞാൻ തന്നെ തയ്ച്ചു. എന്റെ എല്ലാ ബ്ലൗസുകളും ഞാൻ തന്നെ. ഇതിപ്പോ ലൈനിങ് വെച്ച ബ്ലൗസ് കുറച്ചൊക്കെ കുഴപ്പങ്ങൾ കാണും, പക്ഷെ എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല. അപ്പൊ ആർക്കും അങ്ങനെ തയ്ക്കാൻ കേട്ടോ. മിക്കവാറും ആൾക്കാർ പറയുന്നുണ്ട്, എന്നോട് പലരും പറയുന്നുണ്ട്, എത്ര ഓരോരുത്തർക്ക് കൊടുത്തിട്ടൊന്നും എനിക്ക് നമുക്ക് ഇടേണ്ടതായിട്ടുള്ള രീതിയിലൊന്നും ശരിയാകുന്നില്ല ബ്ലൗസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമുക്ക് തന്നെ തയ്ച്ച് നോക്കി ഒരു മിഷൻ ഉണ്ടെന്നവര് തയ്ച്ച് നോക്കി പഠിക്കാമെന്നാണ് അത് പറയാൻ വേണ്ടിയത്. ഞാൻ ഇന്ന് വിട്ടുകൊണ്ട് പോയി കഴിഞ്ഞപ്പോ കണ്ടപ്പോ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു, തിരികെ വന്നവരെന്ന്. അതുകൊണ്ടാണ് എനിക്ക്